നവകേരള യാത്ര രക്ഷാപ്രവർത്തന കേസ് അട്ടിമറി അജിത് കുമാറിനെ കൈവിട്ട ആഭ്യന്തരമന്ത്രി. നവകേരള യാത്രയ്ക്ക് നേരെ കരിങ്കൊടി കാട്ടിയ KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥൻ ഉൾപ്പെടെ മർദ്ദിച്ചെന്ന കേസ് അട്ടിമറിച്ചതുമായി ബന്ധപ്പെട്ട ADGP MR അജിത് കുമാറിനെതിരെ നടപടിക്ക് സാധ്യത. DGPയുടെ റിപ്പോർട്ട് ലഭിച്ചാൽ ഉടൻ MR അജിത് കുമാറിനെ സസ്പെൻഡ് ചെയ്തേക്കുമെന്നാണ് സൂചന. ADGP ഓഫീസിലെ 2 SIമാർക്കെതിരെയും നടപടിയുണ്ടാകും. കേസ് അട്ടിമറിക്കാൻ MR അജിത് കുമാർ ഇടപെട്ടതായാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ട്. ആദ്യഘട്ടത്തിൽ അന്വേഷണ റിപ്പോർട്ട് തിരുത്തിയെന്ന് SIT പറയുന്നു. അജിത് കുമാർ തങ്ങളെ ADGP ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിയെന്നാണ് ഉദ്യോഗസ്ഥരുടെ മൊഴി. റിപ്പോർട്ട് തിരുത്താൻ നിർദ്ദേശിച്ചെന്നും മൊഴിയുണ്ട്. കാടിന് നടുവിൽ ബ്രേക്ക് ഡൌൺ ആയി ഗവി പ്രിയദർശിനി ബസ്. ഗവിയിലേക്ക് പുറപ്പെട്ട KSRTC പ്രിയദർശിനി ബസ് കാടിന് നടുവിൽ ബ്രേക്ക് ഡൌൺ ആയി. പത്തനംതിട്ട ഡിപ്പോയിൽ നിന്നും രാവിലെ 6:30 പുറപ്പെട്ട ബസ്സാണ് ബ്രേക്ക് ഡൌൺ ആയത്. ഗവിയിൽ നിന്നും 30 കിലോമീറ്റർ അകലെ കാറ്റാടിക്കുന്നിലെത്തിയപ്പോഴായിരുന്നു തകരാറുണ്ടായത്. KSRTC ബജറ്റ് ടൂറിസം ബസ്സിലുണ്ടായിരുന്ന മെക്കാനിക് ബസിന്റെ സാങ്കേതിക പ്രശ്നം പരിഹരിക്കുകയും യാത്ര തുടരുകയുമായിരുന്നു. എയർ ലീക്കാണ് ബസ് ബ്രേക്ക് ഡൌൺ ആകാൻ കാരണമെന്നാണ് വിവരം. സംഭവ സമയം 70ഓളം യാത്രക്കാർ ബസ്സിലുണ്ടായിരുന്നു. ബസിന്റെ സീറ്റിംഗ് കപ്പാസിറ്റി 35 ആണെന്നിരിക്കെയാണിത്. ഇന്നു മുതൽ ഗവി പ്രിയദർശിനി ബസ്സിൽ പരമാവധി യാത്രക്കാരുടെ എണ്ണം 55 ആക്കിയിട്ടുണ്ട്. യാത്രക്കാരെ കുത്തിനിറച്ചുകൊണ്ടുള്ള ഗവിയിലേക്കുള്ള പ്രിയദർശിനി ബസിന്റെ യാത്രയിൽ നേരത്തെ തന്നെ പരാതി ഉയർന്നിരുന്നു. അപകടകരമായ വളവുകളുള്ള വനപാതയായതിനാൽ അപകട സാധ്യത ഏറെയാണ്. കേരളത്തിൽ CPIM-ന് പലയിടത്തും ഐക്യം നഷ്ടമായെന്ന് കേന്ദ്ര കമ്മിറ്റിയിൽ വിമർശനം. ചില നേതാക്കളുടെ പെരുമാറ്റം പാർട്ടിയെ ഒന്നാകെ ബാധിച്ചുവെന്നാണ് വിമർശനം. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും സംസ്ഥാന സെക്രട്ടറി MB ഗോവിന്ദനുമെതിരെ പരോക്ഷ വിമർശനമുണ്ടായി. തിരുത്തൽ അനിവാര്യമാണ് എന്നാണ് നേതാക്കൾ പറഞ്ഞത്. കേന്ദ്ര കമ്മിറ്റി യോഗം ഡൽഹിയിൽ പുരോഗമിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് അവലോകനത്തിന് വേണ്ടിയാണ് കേന്ദ്ര കമ്മിറ്റി യോഗം ചേർന്നത്. ഇന്നലെ കേരളത്തിൽ നിന്നുള്ള 8 നേതാക്കൾ തെരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ടിന്മേൽ സംസാരിച്ചു. സംസ്ഥാന നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനമാണ് നേതാക്കൾ ഉന്നയിച്ചത്. ചില നേതാക്കളുടെ പെരുമാറ്റം പാർട്ടിയെ ഒന്നാകെ ബാധിച്ചിട്ടുണ്ടെന്നും തിരുത്തൽ അനിവാര്യമാണെന്നും നേതാക്കൾ പറഞ്ഞു. പാർട്ടിക്ക് സംസ്ഥാനത്ത് പലയിടങ്ങളിലും ഐക്യം നഷ്ടമായി എന്നും ഐക്യത്തോടെ കൊണ്ടുപോകുന്നതിൽ നേതാക്കൾക്കും ജാഗ്രത കുറവ് ഉണ്ടായി എന്നും വിമർശനമുയർന്നു. അവയവക്കടത്ത് കേസിൽ ഡോക്ടർമാരിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കാൻ ED. സംസ്ഥാനത്തെ ഞെട്ടിച്ച അവയവക്കടത്ത് കേസിൽ അന്വേഷണം കൂടുതൽ കർശനമാക്കി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ആശുപത്രി അധികൃതർക്ക് പുറമെ അവയവമാറ്റ ശസ്ത്രക്രിയകൾക്ക് നേതൃത്വം നൽകിയ പ്രമുഖ ഡോക്ടർമാരിലേക്കും അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുകയാണ്. ശസ്ത്രക്രിയകളുടെ മറവിൽ ഡോക്ടർമാർ വൻതുക കമ്മീഷനായി കൈപ്പറ്റിയിട്ടുണ്ടോ എന്നാണ് ED പ്രധാനമായും പരിശോധിക്കുക. കേസുമായി ബന്ധപ്പെട്ട കൊച്ചിയിലെ പ്രമുഖ സ്വകാര്യ ആശുപത്രിയിലെ സീനിയർ കൺസൾട്ടന്റുമാർ ഉൾപ്പെടെയുള്ള ഡോക്ടർമാരെ ED നേരത്തെ വിളിച്ചുവരുത്തി വിവരങ്ങൾ ശേഖരിച്ചിരുന്നു. അവയവക്കടത്തിന്റെ മറവിൽ കോടികളുടെ കള്ളപ്പണ ഇടപാടുകൾ നടന്നിട്ടുണ്ടെന്ന കണ്ടെത്തലിനെ തുടർന്നാണ് ED കേസ്. ഇതിന്റെ ഭാഗമായി കൊച്ചിയിലെയും തിരുവനന്തപുരത്തെയും വിവിധ മുൻനിര ആശുപത്രികളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ റെയ്ഡ് നടത്തുകയും സുപ്രധാന രേഖകൾ പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു. ജാനകി അമ്മയ്ക്ക് വിട നൽകാനൊരുങ്ങി രാജ്യം. മൈസൂരിൽ പ്രത്യേക ഒരുക്കങ്ങൾ. സംഗീത ആസ്വാദകരെ 6 പതിറ്റാണ്ട് തന്റെ സ്വരം കൊണ്ട് പാട്ടിന്റെ നിർവൃതിയിലെ ആവണിത്തെന്നലാക്കി മാറ്റിയ പ്രിയ ഗായികയ്ക്ക് രാജ്യം ഇന്ന് വിട നൽകും. ഇന്നലെ രാത്രി 7:30 അപ്പോളോ BGS ആശുപത്രിയിൽ അന്ത്യശ്വാസം വലിച്ച S ജാനകിയുടെ ഭൗതിക ശരീരം ഇന്ന് രാവിലെ 8 മുതൽ വൈകിട്ട് 4 വരെ മൈസൂരിലെ മഹാരാജ കോളേജ് ഗ്രൗണ്ടിൽ പൊതുദർശനത്തിന് വയ്ക്കും. വൈകുന്നേരം 4:30 മൈസൂരിലെ കനയഹുണ്ടി ഫാം ഹൌസിലാണ് സംസ്കാരം. മൈസൂരുവിൽ തന്നെ സംസ്കരിക്കണമെന്നായിരുന്നു ജാനകിയുടെ അന്ത്യാഭിലാഷം. 6 പതിറ്റാണ്ടിലേറെക്കാലം ഇന്ത്യൻ ചലച്ചിത്ര സംഗീത ലോകത്തെ സ്വരമാധുര്യം കൊണ്ട് വിസ്മയിപ്പിച്ച ആ മഹാപ്രതിഭയ്ക്ക് ആദരമർപ്പിച്ചുകൊണ്ട് ഒട്ടേറെ പ്രമുഖരാണ് രംഗത്തെത്തുന്നത്.